പ്രസിഡന്റ് പദവിയെ ചൊല്ലി കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ UDF ബന്ധം തകരുകയാണ്. 4 വർഷം കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസ് കൈമാറണമെന്ന് നേരത്തെ തന്നെ UDF ജില്ലാ നേതാക്കൾക്കിടയിൽ ധാരണയുണ്ടായിരുന്നുവെന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. ഈ ധാരണ പാലിക്കാൻ കോൺഗ്രസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് മുന്നണിക്ക് പുറത്തേക്ക് പോകാൻ ലീഗ് തയ്യാറായിരിക്കുന്നത്. മുസ്ലിം ലീഗ് മുന്നണി വിട്ട് LDFന് പിന്തുണ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചാൽ പഞ്ചായത്ത് ഭരണം ആർക്ക് എന്നതിൽ സ്വതന്ത്രന്റെ നിലപാട് നിർണായകമാകും. 4 വർഷമായി കോൺഗ്രസ് അംഗമായ പോളി കാരക്കടയാണ് കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 13 സീറ്റുകളിൽ 8 സീറ്റിലാണ് UDF വിജയിച്ചിരുന്നത്. കോൺഗ്രസ് 6, ലീഗ് 1, UDF സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് മുന്നണിയിലെ സീറ്റ് നില. ഇടതുപാളയത്തിൽ CPM-ഉം കേരള കോൺഗ്രസും 2 വീതം സീറ്റുകളിലും വിജയിച്ചു. 6-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി അരുൺ ജോസിനായിരുന്നു വിജയം. LDFൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെ കേരള കോൺഗ്രസ് M പ്രവർത്തകനായ അരുൺ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതേസമയം പ്രസിഡന്റ് പദവി ഒഴിയാത്ത കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് യൂത്ത് ലീഗ് നേതൃത്വം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചൊഴിയാൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ അടുത്ത പഞ്ചായത്ത് ഭരണം UDF സ്വപ്നം കാണേണ്ടതില്ലെന്നാണ് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയത്. കൂരാച്ചുണ്ട് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ പ്രസ്താവനയുടെ പൂർണ്ണ രൂപം ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞ 40 വർഷത്തിലധികമായി തുടരുന്ന UDF മുന്നണി ബന്ധത്തിന് ഉലച്ചിൽ തട്ടിയതെങ്ങനെ? ആരൊക്കെയാണ് പിന്നിൽ? കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലെല്ലാം എക്കാലവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോൺഗ്രസുമൊത്ത് UDF സംവിധാനത്തെ ശക്തിപ്പെടുത്തി കൂടെയുണ്ടായിരുന്നു. നാളിതുവരെ കെട്ടുറപ്പുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ലീഗ് അർഹിക്കുന്ന പ്രാധാന്യം സീറ്റ് വിഭജനത്തിലും അധികാരം പങ്കുവെക്കലിലും ലഭിച്ചു പോന്നിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ 13 വാർഡായിരുന്നപ്പോൾ മുതൽ ലീഗിന് 3 സീറ്റ് ലഭിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് M UDF വിട്ടതിൽ 3 സീറ്റ് ഒഴിവ് വരികയും അതിൽ 2 എണ്ണം കോൺഗ്രസും 1 സീറ്റ് ലീഗിനും സംവരണ സീറ്റ് അടക്കം 4 വാർഡ് മുസ്ലിം ലീഗിന് കോഴിക്കോട് UDF അംഗീകരിച്ച് എഗ്രിമെന്റും ഒപ്പിട്ടിരുന്നു. ശേഷം തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് മത്സരം മുറുകി വന്നപ്പോൾ ലീഗിന്റെ 2 സീറ്റിൽ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥികൾ പ്രചരണം നടത്തുന്ന നടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇതിന്റെ പേരിൽ കൂരാച്ചുണ്ട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും കൂട്ടാളികളുമാണെന്നാണ് പിന്നീട് അറിഞ്ഞത്. കേരള കോൺഗ്രസ് M UDF വിട്ട് LDFിലേക്ക് ചേക്കേറിയപ്പോഴും ലീഗിന്റെ ശക്തമായ പിന്തുണയിലാണ് കൂരാച്ചുണ്ടിൽ ജനകീയ വിഷയങ്ങളിൽ കോൺഗ്രസ് പാർട്ടി പിടിച്ചു നിന്നത്. എന്നാൽ ഈ പരിഗണനയൊന്നും നൽകാതെ നന്ദികേടിന്റെ കഥകളാണ് ലീഗ് നേതൃത്വത്തിന് ഇന്ന് പറയാനുള്ളത്. നിലവിലെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജോൺസൺ താനിക്കലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോളി കാരക്കടയും UDF ബന്ധം തകർക്കുന്നതിന് ഭാവിയിൽ വലിയ വില നൽകേണ്ടി വരും. തീർച്ച. UDF അംഗീകരിച്ച ലീഗിന്റെ 2 സീറ്റുകൾ തോൽപ്പിച്ച് നശിപ്പിച്ചത് ഇവർ 2 പേരുടെ രാഷ്ട്രീയ ചരടുവലികൾ ഒന്നുകൊണ്ട് മാത്രമാണ്. മറ്റ് 2 വാർഡുകൾ വിജയിച്ചത് അതീവ ശ്രദ്ധയോടെ ലീഗ് നേതൃത്വം കിണഞ്ഞു ശ്രമിച്ചത് കൊണ്ടുമാണ്. എങ്ങനെയും ലീഗിന്റെ പ്രാതിനിധ്യം കുറയ്ക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. രാഷ്ട്രീയ സമവാക്യങ്ങൾ സാഹചര്യങ്ങൾക്കനുസൃതമായി മാറി മറിയും. പക്ഷേ എല്ലായ്പ്പോഴും ലീഗ് രാഷ്ട്രീയ സത്യസന്ധത പുലർത്തിപ്പോന്ന പാർട്ടിയാണ്. ആ ലീഗിനോടാണ് ചരിത്രം പഠിക്കാത്ത അഭിനവ കോൺഗ്രസ് നേതൃത്വം വിമുഖത കാണിക്കുന്നത്. അതാണെങ്കിൽ അങ്ങേയറ്റം അമന്യമായ രീതിയിലും. 2 പാർട്ടികളുടെയും ജില്ലാ നേതൃത്വ യോഗം ചേർന്ന ഒപ്പുവെച്ച് കൊടുത്തയച്ച തീരുമാനങ്ങൾ കാറ്റിൽ പറത്തുവാൻ മാത്രം കൂരാച്ചുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ധൈര്യം വരുന്നത് എങ്ങനെയാണ്? സംഘടനാ തലത്തിൽ മേൽ കമ്മിറ്റികൾക്ക് പുല്ലുവില കൽപ്പിക്കാൻ മാത്രം രാഷ്ട്രീയ വിദ്യാഭ്യാസമില്ലാത്തവരാണോ ഇപ്പോഴത്തെ പ്രാദേശിക നേതൃത്വം? അതോ മറ്റെന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ടോ? കണ്ടെത്തേണ്ടതും പരിഹരിക്കേണ്ടതും ജില്ലാ നേതൃത്വങ്ങളാണ്. ഏതായാലും നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചൊഴിയാൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ അടുത്ത പഞ്ചായത്ത് ഭരണം UDFന് സ്വപ്നം കാണേണ്ടതില്ല. ലീഗ് ജനുവരി 14 മുതൽ പിന്തുണ പിൻവലിച്ച് UDF സംവിധാനത്തിൽ നിന്നും പുറത്തുവരും. അതായത് ഇന്നു മുതൽ. ബഹുഭൂരിപക്ഷ കോൺഗ്രസ് പ്രവർത്തകരും ആഗ്രഹിക്കുന്നത് മുന്നണി മര്യാദ കാത്ത് സൂക്ഷിക്കാനും മതസൗഹാർദ്ദം സംരക്ഷിക്കാനുമാണ്. അതിനു മുൻപ് രാഷ്ട്രീയ മര്യാദ കാണിക്കേണ്ടത് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും കോഴിക്കോട് DCCയുമാണ്. ഏതായാലും ഒന്നോർക്കുക, പൊട്ടിപ്പിളർന്നാൽ തുന്നിച്ചേർക്കൽ എളുപ്പമാവില്ല. പൊട്ടാതെ നോക്കുക. ഇനിയും സമയമുണ്ട്. ഒരിക്കലും തിരിച്ചു കിട്ടാതെ കടന്നു പോകുന്ന സമയം. പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ്. എല്ലാത്തിനും ഉത്തരവാദികളും നിങ്ങളായിരിക്കും. ഇത്രയുമാണ് പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ കോൺഗ്രസിനിടയിൽ കേരളത്തിൽ വലിയൊരു ഉലച്ചിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. പരസ്പര കൂട്ടുകെട്ടില്ലാത്തത് തന്നെയാണ് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്.
ഇനി അഥവാ കോൺഗ്രസിന് കേരളത്തിൽ ഭരണം കിട്ടിയാലും സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള കോൺഗ്രസ് നേതാക്കളുടെ യുദ്ധമായിരിക്കും നാം കാണുക.